ഹലോ ഗൈസ്, ഇ സി ജി ഇൻ്റർപ്രിട്ടേഷൻ്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ഇ സി ജിൻ്റെ പറ്റിയൊരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് ഇ സി ജി ഇൻ്റർപ്രിട്ടേഷനിലേക്ക് കിടക്കാം. അപ്പോൾ അബ്നോർമൽ ഇ സി ജികൾ നമ്മൾ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നോർമൽ ഇ സി ജി വേവ് ഫോം കണ്ട് എങ്ങനെ അത് മനസ്സിലാക്കാമെന്ന് നോക്കാം. അപ്പോൾ നോർമൽ ഇ സി ജി പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഒരു പി വേവ് ഉണ്ട്, ക്യു ആർ എസ് കോംപ്ലക്സ് ഉണ്ട്, ഒരു ടി വേവ് ഉണ്ട്. അപ്പോൾ ഈ പി വേവ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഡിഫ്ലക്ഷനാണ്. അത് ഏട്രിയൽ ഡീപോളറൈസേഷൻ, അതായത് എസ് എ നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്ത് അതിന് കുറച്ച് ഫൈബേഴ്സ് വഴി എ വി നോഡിലെത്തുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് നമുക്ക് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആയിട്ട് കിട്ടുന്നത്. ഇത് ഏട്രിയം കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് ഈ പി വൈ ആയിട്ട് നമുക്ക് ഇ സി ജിയിൽ കിട്ടുന്നത്. ഇതിന് ശേഷം ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഈ സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ, ഈ ഐസോ ഇലക്ട്രിക് ലൈനാണ് പി ആർ സെഗ്മെൻറ്റ്. അപ്പോൾ എസ് എ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഇമ്പൾസ് എ വി നോഡിൽ എത്തിയതിന് ശേഷം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഇതിന് എ വി നോഡൽ ഡിലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എ വി നോഡൽ ഡിലേൻ്റെ ഐസോ ഇലക്ട്രിക് ലൈനാണ്, അതായത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ഒരു പീരീഡാണ് നമ്മുടെ പി ആർ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇ സി ജി പേപ്പറിൽ കിട്ടുന്നത്. അതിനുശേഷമാണ് നമ്മുടെ വെൻട്രിക്കിൾസ് കോൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് നമുക്ക് ഇ സി ജി പേപ്പറിൽ ക്യു ആർ എസ് കോംപ്ലക്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ നമ്മൾ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ എന്ന് വിളിക്കും. അപ്പം അതാണ് ക്യു ആർ എസ് കോംപ്ലക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ വെൻട്രിക്കിൾസ് കോൺട്രാക്റ്റ് ചെയ്തതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡിനെ നമ്മൾ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഇ സി ജിയിൽ ടി വേവ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഏട്രിയൽ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ എന്നിങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ്റെയും റീപോളറൈസേഷൻ്റെ ഇടയ്ക്കും ഒരു ഐസോ ഇലക്ട്രിക് ലൈൻ ഉണ്ട്. ഇതിനെ നമ്മൾ എസ് ടി സെഗ്മെൻ്റ് എന്ന് വിളിക്കും. അതായത് നമ്മൾ ക്യു ആർ എസ് കോംപ്ലക്സ് എൻഡ് ചെയ്യുന്നത് ഒരു എസ് വേവിലാണ്. അത് കഴിഞ്ഞിട്ട് ടി വേവ് ഫോം ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും ഒരു ഐസോ ഇലക്ട്രിക് ലൈൻ ഉണ്ട്. അപ്പോൾ അതാണ് എസ് ടി സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഒരു നോർമൽ ഇ സി ജിയിൽ പി വേവ് ഉണ്ട്, ഒരു പി ആർ സെഗ്മെൻറ്റ്, ക്യു ആർ എസ് കോംപ്ലക്സ് ഉണ്ട്, പിന്നെ ഒരു ടി വേവ് ഉണ്ട്. ഇനി നമുക്ക് ഇ സി ജിൻ്റെ സിസ്റ്റമാറ്റിക് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് കിടക്കാം. അപ്പം ഓരോ ഇ സി ജി പേപ്പറിൻ്റെയും നോക്കുമ്പോഴത്തേക്ക് ഓരോ ബോക്സ് കാണാൻ പറ്റും അല്ലേ. ഈ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ പോലുള്ളൊരു ബോക്സ് കിട്ടും. ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇ സി ജി പേപ്പറിൽ ഇതിനൊരു 10 മില്ലിമീറ്റർ ഹൈറ്റും 5 മില്ലിമീറ്റർ വിഡ്ത്തും ഉണ്ടാവും. അത് നിർബന്ധമാണ്. അതായത് നമുക്ക് ഇ സി ജി ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ ബോക്സ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഇ സി ജി നല്ലതാണോ, നല്ല രീതിയിലാണോ എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ട ലീഡ് എന്ന് പറയുന്നത് ലീഡ് എ വി ആർ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എ വി ആർ ലീഡാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ എ വി ആർ ലീഡ് ആദ്യം നോക്കുന്നത്? അപ്പോൾ നമ്മൾ നോർമൽ എന്ന് പഠിച്ച ഈ ഇ സി ജി വേവ് ഫോം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എ വി ആർ ലീഡിലുള്ള എല്ലാ വേവ് ഫോംസും അതിൻ്റേതായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്, നെഗറ്റീവ് ഡിഫ്ലക്ഷൻസ് ആയിട്ടാണ് നമുക്ക് എ വി ആർ ലീഡിൽ കാണുന്നത്. അതായത് പി വേവ്, ക്യു ആർ എസ് കോംപ്ലക്സ്, ടി വേവ് എല്ലാം നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഇത് നോർമലാണ്. എ വി ആർ ലീഡിൽ ഇത് നോക്കുമ്പം നോർമലാണ്. കാരണം നമുക്ക് ഈ ഇലക്ട്രിക്കൽ വെക്ടർ, നമ്മുടെ നെറ്റ് ഇലക്ട്രിക്കൽ വെക്ടറില്ലേ, അത് ട്രാവൽ ചെയ്യുന്നത് എ വി ആർ ലീഡിന് എവേ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ എ വി ആർ ലീഡിൽ എല്ലാ ഡിഫ്ലക്ഷൻസും നെഗറ്റീവായിട്ട് കിട്ടുന്നത്. ഇനിയിപ്പം നമ്മൾ നോക്കുമ്പോൾ എ വി ആർ ലീഡിൽ പോസിറ്റീവ് ഡിഫ്ലക്ഷൻസ് കാണുകയാണെന്ന് വിചാരിക്കാം. അപ്പം ഇത് നമുക്ക് പ്രധാനമായിട്ടും 2 കേസസാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഒന്നുകിൽ ആ ഇ സി ജി എടുത്തിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇതിൻ്റെ ലീഡ് റിവേഴ്സൽ എന്നാണ് വിളിക്കുന്നത്. അതായത് നമുക്ക് ഇ സി ജി എടുക്കുന്ന സമയത്ത് എ വി ആർ ലീഡും എ വി എൽ ലീഡും നമ്മൾ കൈകളിലല്ല വയ്ക്കുന്നത്. അപ്പം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി. അപ്പോൾ എ വി എൽ ലീഡിൽ നോർമലി വരേണ്ട പോസിറ്റീവ് ഡിഫ്ലക്ഷൻ എ വി ആർ ലീഡ് കാണിക്കുകയും എ വി ആർ ലീഡ് കാണിക്കുന്ന നെഗറ്റീവ് ഡിഫ്ലക്ഷൻസ് എല്ലാം എ വി എല്ലിൽ കാണിക്കുകയും ചെയ്യും. ഇതിനെ ലീഡ് റിവേഴ്സൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇ സി ജി എടുക്കുമ്പോൾ കോമൺലി വരാവുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ലീഡ് റിവേഴ്സലൊക്കെ പരിഹരിച്ച് നമ്മൾ ഇ സി ജി ഒന്നും കൂടെ എടുത്തെന്ന് വിചാരിക്കും. വീണ്ടും നമ്മൾ നോക്കുമ്പം എ വി ആർ ലീഡിൽ ഒരു പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ഞാൻ കാണുകയാണ്. അപ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഡെക്സ്ട്രോകാർഡിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പോൾ എന്താണ് ഈ ഡെക്സ്ട്രോകാർഡിയ? അതായത് നമ്മുടെ ഹാർട്ട് ഇരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ഹാർട്ടിന് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അപ്പെക്സ് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത്. ഇതിൽ സൈറ്റസ് ഇൻവേഴ്സസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ ഹാർട്ട് ഇരിക്കുന്ന
ആ പൊസിഷൻ്റെ മിറർ ഇമേജ് ആയിട്ടായിരിക്കും ഈ ഡെക്സ്ട്രോകാർഡിയുള്ള പേഷ്യൻസിന് കണ്ടുവരുന്നത്. അതായത് ഹാർട്ടിൻ്റെ അപ്പെക്സ് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കും. ഇത് നമ്മൾ സൈറ്റസ് ഇൻവേഴ്സസ് എന്നാണ് പറയുക. അപ്പോൾ അത് കാർട്ടാജനർ സിൻഡ്രം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അസുഖങ്ങളുണ്ട്. അപ്പം അതിലാണ് ഇത് കണ്ട് വരുന്നത്. അപ്പം അതിലുള്ള ECG എടുക്കുമ്പോഴത്തേക്കും AVR ലീഡിൽ പോസിറ്റീവ് ഡിഫ്ലക്ഷൻസ് കിട്ടും. ഇനി നമുക്ക് ECGൻ്റെ പേപ്പർ നോക്കിയിട്ട് എങ്ങനെയാണ് റേറ്റ്, റിതം ഇത് രണ്ടും എങ്ങനെയാണ് പറയാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ECG പേപ്പറിൽ ഏറ്റവും സ്മോളസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് 0.04 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അങ്ങനെ 5 സ്മോൾ ബോക്സുകൾ ചേരുമ്പോൾ ഒരു ലാർജ് ബോക്സ് ആവും. അപ്പോൾ ലാർജ് ബോക്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.2 സെക്കൻഡ്സ് ആണ്. അങ്ങനെ ഈ 0.2 സെക്കൻഡ്സ് ഉള്ള 5 ലാർജ് ബോക്സ് കൂടി ചേരുമ്പോഴാണ് നമുക്ക് 1 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഡ്യൂറേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ECGയുടെ പേപ്പറിൽ. നമുക്ക് 1 സെക്കൻഡ് ECGയിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യുന്നത് മിനിറ്റിലല്ലേ, അതായത് 60 സെക്കൻഡ്സ് അല്ലേ ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 60 സെക്കൻഡിൽ എത്ര ബീറ്റ്സ് ഉണ്ടായിട്ടാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം 300 ലാർജ് ബോക്സസ് കൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റേറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള 60 സെക്കൻഡ്സ് നമുക്ക് ECG പേപ്പറിൽ കിട്ടുന്നത്. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ECG പേപ്പറിൽ കാണുന്ന ഈ 2 R വേവുകളില്ലേ, ഈ 2 R വേവുകളുടെ ഇടയ്ക്ക് എത്ര ലാർജ് ബോക്സസ് ഉണ്ടെന്ന് ആദ്യം കൗണ്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കേസിൽ 3 ലാർജ് ബോക്സസ് ഉണ്ട്. അപ്പോൾ ഈ 3 എന്നുള്ള കൗണ്ട് കിട്ടിയില്ലേ, അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു ഫോർമുല അപ്ലൈ ചെയ്യാം. 300 ഡിവൈഡഡ് ബൈ ഈ നമ്പർ ഓഫ് ലാർജ് ബോക്സസ്, അതായത് നമ്മുടെ കേസിൽ 300 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഈ ECGയിലുള്ള ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 100 ആണ്, 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു ECG എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്കും 2 RR വേവ്സ് ഉണ്ട്. ഈ RR വേവ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് 4 ലാർജ് ബോക്സസ് കിട്ടുന്നുണ്ട്. അപ്പം 300 ഡിവൈഡ് ബൈ 4 നോക്കുമ്പോഴത്തേക്കും നമുക്ക് 75 കിട്ടുന്നത്. അപ്പം ഇതാണ് ഈ ECGയുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ഹാർട്ട് റേറ്റ് പറയണമെങ്കിൽ കുറച്ചൊരു മോഡിഫൈ ചെയ്ത് ഇതേ സെയിം മെത്തേഡ് തന്നെ കുറച്ചൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. അതായത് നമ്മൾ 300 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലാർജ് ബോക്സസ് യൂസ് ചെയ്യുന്നതിന് പകരം 1500 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്മോൾ ബോക്സസ് ബിറ്റ്വീൻ 2 RR വേവ്സ്. ഇതാണ് നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. അതായത് നമ്മുടെ കേസിൽ ഇപ്പോൾ ഒരു 1500 എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്മോൾ ബോക്സസ് ആണ് എടുക്കുന്നത്. അപ്പം ഈ 2 R വേവ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 22 ബോക്സസ് ഉണ്ടെന്ന് വിചാരിക്കും, 22 സ്മോൾ ബോക്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം 1500 ഡിവൈഡ് ബൈ 22 ചെയ്യുന്നു. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 68ൻ്റെ അടുത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ റിതം റെഗുലർ ആയിട്ടാണ്, അതായത് ഫിക്സഡ് ഇൻ്റർവെൽസിലാണ് ഈ ഹാർട്ട് ബീറ്റ്സ് വരുന്നതെങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ കേസ് ആ ഹാർട്ട് റേറ്റ് ഇറഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇറഗുലർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല, അതായത് 300 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ലാർജ് ബോക്സസ് എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ECGയിൽ 6 സെക്കൻഡ്സ് ഡ്യൂറേഷൻ വരുന്ന അത്രയും ലാർജ് ബോക്സസ് കൗണ്ട് ചെയ്യുക. അതായത് 5 ലാർജ് ബോക്സ് ആകുമ്പോൾ 1 സെക്കൻഡ് വരുന്നത്. അപ്പോൾ 6 സെക്കൻഡ് ആണെങ്കിൽ 5 × 6 30 ലാർജ് ബോക്സസിൻ്റെ ഡ്യൂറേഷനിൽ നമുക്ക് ലീഡ് 2-ലാണ് നോക്കുക. ലീഡ് 2 ആണ് നമുക്ക് റേറ്റും മൃതവും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഡ് 2-ൽ നമ്മൾ 30 ലാർജ് ബോക്സസ് കൗണ്ട് ചെയ്തതിന് ശേഷം ഇതിൽ എത്ര R വേവുകൾ വരുന്നിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഈ R വേവുകളുടെ നമ്പർ ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ നമുക്ക് 60 സെക്കൻഡ്സിൽ എത്ര R വേവ് വന്നിട്ടുണ്ടെന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 6 സെക്കൻഡ്സിൻ്റെ ഇടയിൽ നമുക്ക് 7 R വേവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 7 × 10 ചെയ്യുമ്പോഴത്തേക്കും ഒരു മിനിറ്റിൽ, അതായത് 60 സെക്കൻഡ്സിൽ 70 ബീറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇറഗുലർ ഇതുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു നോർമൽ ECGയിൽ കണ്ടുവരുന്ന ആ റിതത്തിൻ്റെ ആ ഒരു പാറ്റേണിലെ വേവ് ഫോമിനെ ഇതിനെ നമ്മൾ സൈനസ് റിതം എന്നാണ് വിളിക്കുക. അതായത് SA നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് നമ്മൾ ഈ മൊത്തത്തിലുള്ള വേവ് ഫോം കോസ് ചെയ്യുന്നത്. അപ്പം SA നോഡിൽ നിന്നാണ് വരുന്നത്. SA നോഡ് എന്ന് പറഞ്ഞാൽ സൈനോ ഏട്രിയൽ നോഡ്. ഇതിൻ്റെ സൈനസ് ആണ് നമ്മൾ ഉപയോഗിച്ച് സൈനസ് റിതം എന്ന് പറയുന്നത്. SA നോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഇമ്പൾസ് കാരണമാണ് നമുക്ക് P വേവ്, QRS കോംപ്ലക്സ്, T വേവ് എല്ലാം കിട്ടുന്നത്. അപ്പം
അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു സൈനസ് റിതം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നിർബന്ധമായിട്ട് ഒരു പി വേവ് ഉണ്ടായിരിക്കണം. പി വേവ് കഴിഞ്ഞ് ഒരു QRS കോംപ്ലക്സും ഉണ്ടായിരിക്കണം. ഇത് ഒരു സൈനസ് റിതത്തിൽ നിർബന്ധമാണ്. മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ PR സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് പി വേവും PR സെഗ്മെൻറ്റും കൂടെ ചേർത്ത് PR ഇൻ്റർവെൽ എന്ന് പറയുന്ന ഈ ഡ്യൂറേഷനും നോർമൽ ഇൻ്റർവെല്ലായിരിക്കണം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സൈനസ് റിതത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹാർട്ടിൻ്റെ റിതം ഇറഗുലർ ആവുന്ന ഒരു നോർമൽ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സൈനസ് അരിത്മിയ എന്നാണ് വിളിക്കുക. സൈനസ് അരിത്മിയ എന്ന് പറയുമ്പോഴത്തേക്കും SI നോഡിൽ നിന്ന് തന്നെയാണ് ഇലക്ട്രിക് ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ബീറ്റ്സ് വരുന്നത് ഇറഗുലർ ആയിട്ടാണ്, അതായത് ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലല്ല. ഇപ്പോൾ ഒരു ബീറ്റ് വന്ന് അടുത്ത ബീറ്റ് ഒരു വളരെ കുറഞ്ഞ ഷോർട്ട് സ്പാനിൽ വരും, അതിൻ്റെ അടുത്ത ബീറ്റ് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിന് തമ്മിൽ ടൈം വേരിയേഷൻ ഉണ്ടാവും. ഇതിനെ സൈനസ് അരിത്മിയ എന്നാണ് വിളിക്കുന്നത്. അതിപ്പോൾ ഇതൊരു നോർമൽ കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെയും പിന്നെ നമ്മുടെ റെസ്പിറേഷൻ, അതായത് ബ്രീത്തിങ്ങിൻ്റെ ഒക്കെ എഫക്റ്റ് കൊണ്ട് ഈ ഹാർട്ടിൽ വരുന്നൊരു ചേഞ്ചാണ് ഈ സൈനസ് അരിത്മിയ ആയിട്ട് നമുക്ക് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പത്തോളജിക്കലി നമുക്ക് ഹാർട്ടിന് ഇറഗുലർ ബീറ്റ്സ് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന കുറച്ച് കണ്ടീഷനുകളുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷനിൽ ഹാർട്ടിൻ്റെ ഇറഗുലാരിറ്റി കാണും. അപ്പോൾ നമുക്ക് ഇത് വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടത്, അരിത്മിയാസ് തന്നെ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടതായിരിക്കും നല്ലത്. ഇനി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ECG സ്ട്രിപ്പിൽ ഹാർട്ട് ബീറ്റ്സ് റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് ഒന്നുകിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് RWavesൻ്റെ ഇടയ്ക്കുള്ള സ്മോൾ ബോക്സസ് കൗണ്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത് വരുന്ന RWavവും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് ഇതുമായിട്ട് സെയിം ആണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1-2 ബോക്സുകളുടെ വ്യത്യാസം വരുന്നത് വലിയ കുഴപ്പമില്ല, അത് ബ്രീത്തിങ്ങിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരാം. മൈന്യൂട്ട് വേരിയേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിൻ്റെ സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് ഈ ലീഡ് 2-ൽ കാണുന്ന ഒരു ആദ്യത്തെ 2 RR ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൽ മാർക്ക് ചെയ്യുക ആ ഫസ്റ്റ് RWaveവും സെക്കൻഡ് RWaveവും ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് പേപ്പർ ഈ സ്ട്രിപ്പിൽ ഇതിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് അടുത്തടുത്തുള്ള RR ഇൻ്റർവെല്ലുകളായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസുകൾ തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ നോക്കുക. മാച്ച് ആവുകയാണെങ്കിൽ അത് റെഗുലർ റിതമാണ്, മാച്ച് ആയിട്ടില്ലെങ്കിൽ അത് ഇറഗുലർ റിതമാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഒരു ECG പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കേണ്ടതാണ് ലീഡ് AVR നോക്കിയിട്ട് അത് നെഗറ്റീവ് ഡിഫ്ലക്ഷൻസ് ആണോ കാണുന്നതെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കുന്നതെന്ന് കണ്ടു. അതായത് 300 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലാർജ് ബോക്സസ് അല്ലെങ്കിൽ 1500 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്മോൾ ബോക്സസ് ബിറ്റ്വീൻ 2 RR വേവ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ബോക്സസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ റിതം എങ്ങനെയാണ് നോക്കുന്നതെന്ന് പഠിച്ചു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാർഡിയാക് ആക്സിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് വൈഡായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.